ഗാന്ധിയെ വധിച്ചത് RSS ആണ് എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉറക്കെ പറയുന്നില്ല. പണ്ടൊക്കെ ഉറക്കെ പറയായിരുന്നു. ഇപ്പോ രഹസ്യമായിട്ടേ പറയുന്നുള്ളൂ. ഗോഡ്സെ RSSകാരൻ ആണ് എന്ന്. 1948 മുതൽ നെഹ്റു രാജവംശം കിണഞ്ഞ് ശ്രമിച്ചിട്ടും RSS ഗാന്ധിവധത്തിൽ പങ്കുണ്ടെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ ഏജൻസികളും ഇതിനായി നിയോഗിച്ച കപൂർ കമ്മീഷനും ഉൾപ്പെടെ RSSന് ഗാന്ധിവധത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ചവർക്ക് RSSനോട് മാപ്പപേക്ഷിക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പച്ചക്കള്ളം പറഞ്ഞവർക്ക് എതിരെ RSS ഫയൽ ചെയ്ത പരാതികൾ ഇപ്പോഴും കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഗാന്ധിവധം നടത്തിയത് RSS ആണ് എന്ന് പറഞ്ഞ നമ്മുടെ പപ്പു രാഹുൽ ഗാന്ധിയും കോടതിയിൽ നിയമ നടപടികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇനിയും ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ തന്നെയാണ് ശരിയായ പോംവഴി. സത്യത്തിൽ ഗാന്ധിയെ കൊല്ലാതെ കൊന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ഗാന്ധിയെ അപഹസിച്ചതിന് കയ്യും കണക്കുമില്ല. അപ്രസക്തനായ നിന്ദക വായടയ്ക്കൂ എന്നാണ് ഗാന്ധിയോട് അന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞത്. കൗശലക്കാരനായ ബൂർഷ്വാ, അങ്ങനെ പല പേരുകളും അന്ന് ഗാന്ധിക്ക് കമ്മ്യൂണിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി റിക്രൂട്ട്മെന്റുകൾ നടത്തിയ കമ്മ്യൂണിസ്റ്റുകൾക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത് ജയിലിൽ കിടന്ന പല അവരുടെ നേതാക്കന്മാരെയും പുറത്തിറക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ പല പ്രസിദ്ധീകരണങ്ങളും ബ്രിട്ടീഷുകാരുടെ കാശ് വാങ്ങി തുടങ്ങിയതാണ്. അന്ധമായ സോവിയറ്റ് ദാസ്യത്തിന്റെ പേരിൽ ഗാന്ധിയെ അപഹസിച്ച് മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകൾ അന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ജപ്പാൻകാരുടെ കാൽനക്കി എന്നാണ്. എന്നാൽ ഇന്ന് അവരുടെ പോസ്റ്ററുകളിൽ എല്ലാം സുഭാഷ് ചന്ദ്രബോസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ ഗാന്ധി സ്നേഹം ചരിത്രത്തോടുള്ള വെറും കൊഞ്ഞനം കുത്തലാണ്. ഗാന്ധി എന്ത് പറഞ്ഞു അതിന് നേർ വിപരീതം ചെയ്ത ആണ് കോൺഗ്രസ് മുന്നോട്ട് പോയത്. അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തി ഗാന്ധിസത്തെ അപമാനിച്ച കോൺഗ്രസുകാർ പാർട്ടിയെ വെറും കുടുംബാധിപത്യത്തിന്റെ കീഴിലാക്കി. ഗാന്ധിയുടെ പേരെടുത്ത് വ്യാജ ഗാന്ധിമാരാണ് രാജ്യം വാണത്. ഗോഡ്സെ ഗാന്ധിയെ ഇല്ലാതാക്കിയപ്പോൾ ഗാന്ധിയുടെ പേര് തന്നെ ഇല്ലാതാക്കിയ നെഹ്റു കുടുംബമാണ് പിന്നീട് വ്യാജ ഗാന്ധിമാരായി രാജ്യം ഭരിച്ചത്. ഒരു ജനതയുടെ വാ മൂടിക്കെട്ടി പത്രങ്ങളെ പോലും മിണ്ടാതെയാക്കി ഇന്ദിര കിരാത ഭരണമാടിയ അടിയന്തരാവസ്ഥ കാലം കോൺഗ്രസിലെ യുവ തുർക്കികൾക്ക് ചിലപ്പോൾ ഓർമ്മ കാണില്ല. അതിലും വലിയൊരു അടിച്ചമർത്തൽ ഈ രാജ്യത്ത് ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഗാന്ധിവധത്തിന്റെ ഗുണഭോക്താക്കളും അതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളും നെഹ്റുവും കമ്മ്യൂണിസ്റ്റുകാരും ആയിരുന്നില്ലേ? സ്വാതന്ത്ര്യാനന്തര വിവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ നെഹ്റുവുമായി മാനസികമായി ഏറെ അകന്നിരുന്ന ഗാന്ധി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. നേതാജി സോവിയറ്റ് യൂണിയന്റെ തടവിലായിരുന്നുവെന്ന വാർത്ത അതിനകം തന്നെ രാജ്യത്ത് പ്രചരിക്കുകയുണ്ടായിരുന്നു. നേതാജി മരിച്ചിട്ടില്ലെന്ന് ഗാന്ധി ഉറച്ചു വിശ്വസിച്ചിരുന്നു. നേതാജിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഗാന്ധി വിലക്കിയിരുന്നു. നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗാന്ധി സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം മടക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം ആരംഭിച്ചിരുന്നുവെങ്കിൽ നെഹ്റുവിന് ഗാന്ധിയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുമായിരുന്നു. നേതാജി എന്ന ഹിമവൽ സദൃശ്യമായ വ്യക്തിത്വത്തിന് മുന്നിൽ ഋണസമാനായ നെഹ്റു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മടങ്ങിവരവോടെ എന്നേക്കുമായി അസ്തമിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഈ തീരാശാപം പേറിയ ഈ നാടിന് നേതാജിയെ തിരിച്ചു കിട്ടിയില്ല. ഫലമോ നെഹ്റു കുടുംബത്തിന്റെ പാപപങ്കിലമായ കൈകളിലേക്ക് രാഷ്ട്രം പതിച്ചു. ഗാന്ധിവധം നെഹ്റുവിന് സമ്മാനിച്ച നേട്ടങ്ങൾ പലതാണ്. നേതാജിയുടെ തിരിച്ചുവരവ് എന്നേക്കുമായി ഇല്ലാതെയാക്കി. സർദാർ വല്ലഭായി പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യൻ
തന്റെ ഗുരുവായ ഗാന്ധിയുടെ മരണത്തോടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് പിഴുതുമാറ്റപ്പെട്ടു. ഒടുക്കം രോഗഗ്രസ്തനായി 1950 മരണപ്പെട്ടു. വാർദ്ധക്യദശയിൽ എത്തിയെങ്കിലും തനിക്ക് ഭീഷണിയായി മാറിയേക്കാവുന്ന വിനായക സവർക്കറുടെ മേൽ ഗാന്ധിവധം എന്ന തീരാകളങ്കം ചാർത്തി ഉന്മൂലനം ചെയ്തു. നെഹ്റുവിനും കോൺഗ്രസിനും എന്നും ഭീഷണിയായിരുന്ന RSSന്റെ മേൽ ഗാന്ധിവധത്തിന്റെ പഴി ചുമത്തി. ആരോപണങ്ങൾക്ക് തെളിവില്ലാത്തത് കാരണം ഭാരതത്തിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി RSSന് മേലുള്ള നിരോധനം ഒരു വർഷത്തിനു ശേഷം 1949 നീക്കി. സവർക്കർ തെളിവുകളുടെ അഭാവം മൂലം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പട്ടേലും കുടുംബവും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. നെഹ്റുവിന്റെ കുടുംബവാഴ്ച അനസ്യൂതം തുടർന്നു. അത് ഇറ്റാലിയൻ കരങ്ങളിൽ വരെ എത്തിച്ചേർന്നു. ഇപ്പോൾ നിരന്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയും സൈന്യത്തെ അവഹേളിച്ചും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചും പ്രതിപക്ഷ നേതാവ് എന്ന പേരിൽ കോമാളി വേഷം കെട്ടിയാടുന്ന അവസ്ഥ വരെ എത്തിച്ചിരിക്കുന്നു ഗാന്ധി എന്ന പേര്.